കേരളത്തിൽ അടിമക്കച്ചവടം നിലനിന്നിരുന്നോ? ഇല്ല എന്നാണ് ഉത്തരമെങ്കിൽ തെറ്റി. ചരിത്രരേഖകൾ പ്രകാരം തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നീ പ്രദേശങ്ങളിലെല്ലാം മനുഷ്യരെ കന്നുകാലികളെ പോലെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്ന അടിമച്ചന്തകൾ സജീവമായിരുന്നു. കോട്ടയത്തെ തിരുനക്കര, ആലപ്പുഴ, കൊല്ലം, കായംകുളം, ആറ്റിങ്ങൽ, ചിറയിൻകീഴ്, ചങ്ങനാശ്ശേരി തുടങ്ങിയ സ്ഥലങ്ങളിൽ അടിമച്ചന്തകൾ പ്രവർത്തിച്ചിരുന്നു. കേരളത്തിൽ അടിമത്തം നിലനിന്നിരുന്നതിന്റെ ഏറ്റവും പഴയ രേഖയാണ് AD 849 തരിസാപ്പള്ളി ശാസനം. ഇതിൽ അടിമക്കാശ്, ആൾ അടിയാർ എന്നിവയെക്കുറിച്ച് വ്യക്തമായി പരാമർശിക്കുന്നു. ഹായ്, നമസ്കാരം. KRR വിഷനിലേക്ക് സ്വാഗതം. ഞാൻ KR രാജേഷ് കുമാർ. ഇന്നത്തെ വീഡിയോ കേരളത്തിൽ നിലനിന്നിരുന്ന അടിമ വ്യവസ്ഥയുടെ ക്രൂരമുഖവും അതിനിരയാകേണ്ടി വന്ന ഒരു മനുഷ്യന്റെ അതിജീവനത്തിന്റെ നാൾവഴികളിലൂടെയുമാണ് സഞ്ചരിക്കുന്നത്. അതാണ് ഇരമ്യാവ്, അവസാനത്തെ അടിമ. എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈ വീഡിയോയിലേക്ക് ഹാർദമായി സ്വാഗതം. 1862 ഇന്ത്യൻ പീനൽ കോഡ് നടപ്പിലായതോടെ ഇന്ത്യയിലാകെ അടിമത്തം പൂർണ്ണമായി ക്രിമിനൽ കുറ്റമാക്കപ്പെട്ടു. എന്നിരുന്നാലും 20ാം നൂറ്റാണ്ടിന്റെ ആദ്യ ദശകങ്ങളിലും കേരളത്തിൽ അടിമത്തം നിലനിന്നിരുന്നതായി ചരിത്രം നമ്മോട് വിളിച്ചു പറയുന്നു. ഇതേ കാലഘട്ടത്തിൽ കേരളത്തിലെ സമ്പദ് വ്യവസ്ഥയിലുണ്ടായ മറ്റൊരു പരിവർത്തനം അടിമകളുടെ ജീവിതത്തെ ബാധിക്കുകയുണ്ടായി. കേരളത്തിൽ വാണിജ്യ കൃഷിയുടെ വളർച്ചയും അതിന്റെ ഭാഗമായി സ്ഥാപിതമായ എസ്റ്റേറ്റുകളും സമൂഹത്തിൽ പുതിയ ചലനങ്ങൾ സൃഷ്ടിച്ചു. മലമ്പ്രദേശങ്ങളിലുള്ള ഈ തോട്ടങ്ങളിൽ പണിയെടുക്കാൻ താഴ്വരകളിൽ നിന്ന് കൂലിക്കാരെ കൊണ്ടുവരേണ്ടിയിരുന്നു. തൽഫലമായി ഒരു പുതിയ കൂട്ടം അടിമകൾ സൃഷ്ടിക്കപ്പെട്ടു. എസ്റ്റേറ്റുകൾ പ്രവർത്തിച്ചിരുന്നത് തദ്ദേശീയരായ കങ്കാണിമാരുടെ സഹകരണങ്ങളോടെയായിരുന്നു. അവരിൽ പലരും നാട്ടിൻപുറങ്ങളിൽ റോന്തു ചുറ്റി തുച്ഛമായ വിലയ്ക്ക് അടിമകളെ വാങ്ങുമായിരുന്നു. അങ്ങനെ വിലയ്ക്ക് വാങ്ങിയ അടിമകളിൽ ഒരാളായിരുന്നു ഇരമ്യാവ്. ഇരമ്യാവിന്റെ ജനനം 1896 ജൂൺ മാസത്തിലായിരുന്നു. അച്ഛൻ മാങ്ങാനം നടാപ്പള്ളിക്കുഴിയിൽ ഉമ്മൻ, അമ്മ കടുപ്പിൽ അന്ന, മുത്തച്ഛൻ ഓതിര അയ്യപ്പൻ. തൃശൂർ പറയങ്കാവിൽ നിന്ന് ഏതോ കാരണത്താലാണ് അയ്യപ്പൻ കുമരകത്തെത്തുന്നത്. ഉമ്മനും ചെറിയാനുമാണ് അയ്യപ്പന്റെ മക്കൾ. ഉമ്മന്റെ മകനായിട്ടാണ് ഇരമ്യാവിന്റെ ജനനം. ഓതിര അയ്യപ്പന്റെ ചെറുമകൻ ഇരമ്യാവ് ആയതെങ്ങനെ? ദളിത് വിഭാഗങ്ങളുടെ പരിവർത്തനത്തെ തുടർന്നാവാം അത്, അല്ലെങ്കിൽ ക്രിസ്തീയ സഭകളുടെ വ്യാപനത്തെ സൂചിപ്പിക്കുന്നതുമാവാം. ക്രിസ്തീയ കടന്നുകയറ്റത്തിനിടയിലെ സാമൂഹിക സാംസ്കാരിക സമ്മർദ്ദം കൊണ്ടാവാം അയ്യപ്പൻ മക്കൾക്ക് ക്രിസ്തീയ പേരുകൾ തെരഞ്ഞെടുത്തത്. അതുപോലെ പേരക്കിടാവും ഇതേ വഴിയിലെത്തി. ഒരു നൂറ്റാണ്ടിന്റെ അനുഭവങ്ങളും ഓർമ്മകളും നിറഞ്ഞതായിരുന്നു ഇരമ്യാവിന്റെ ജീവിതം. ബ്രിട്ടീഷ് ഇന്ത്യയിൽ ജീവിച്ച അവസാനത്തെ അടിമ. കേരളീയ സമൂഹം പിന്നിട്ട സമരോത്സുകമായ ബഹുതലസ്പർശിയായ മാറ്റങ്ങളിലൂടെ ഉരുത്തിരിയപ്പെട്ട നവയുഗത്തിന്റെ നേർസാക്ഷി. 2 ലോകമഹായുദ്ധങ്ങൾ, വൈക്കം സത്യാഗ്രഹം, സോവിയറ്റ് വിപ്ലവം, കേരളീയ നവോത്ഥാനത്തിന്റെ ഭാഗമായുള്ള സമരങ്ങൾ, പൊയ്കയിൽ യോഹന്നാനും ശ്രീനാരായണ ഗുരുവും, ചരിത്രത്തിന്റെ ഭാഗമായ കടുത്ത വരൾച്ചയും വെള്ളപ്പൊക്കവും, തിളവാക്കുളത്തിന്റെ നിലവിളികളും വയൽവരമ്പുകളിൽ തുളുമ്പിയ കർഷകരക്തവും, ഇരമ്യാവിന്റെ ഓർമ്മകളിൽ കാലം കോറിയിട്ട അനുഭവങ്ങൾ. ഓർമ്മ വെച്ച നാൾ മുതലേ ഇരമ്യാവ് കണ്ടുനിന്നത് കൊടിയ പീഡനങ്ങളുടെ അനുഭവങ്ങൾ. അധസ്ഥിത വിഭാഗങ്ങളെ രാപകൽ ഭേദമില്ലാതെ ചവച്ചു തുപ്പിയ കാലം. ആചാരങ്ങളും ചടങ്ങുകളും പോലും ചൂഷണത്തിന്റെ മറ്റൊരു മുഖമായിരുന്നു. വസ്ത്രം ധരിക്കാനുള്ള അവകാശമില്ല. ആറാഞ്ഞലിത്തൊലി ധരിച്ച് നഗ്നത മറച്ചവർ. കന്നുകാലികൾക്കൊപ്പം മുഖം വെച്ച് ഉഴുതു നീങ്ങാൻ വിധിക്കപ്പെട്ടവർ. പകലന്തിയോളം അരഞ്ഞു തീർന്നാലും കൂലിയോ ഭക്ഷണമോ ഇല്ലാത്ത അവസ്ഥ. മുങ്ങിത്തപ്പിയാൽ പോലും വറ്റി കാണാത്ത കഞ്ഞി. മണ്ണിൽ കുഴികുത്തി അതിൽ ഇല വെച്ച് നൽകിയിരുന്ന കഞ്ഞി കമിഴ്ന്നു കിടന്ന് വേണം കുടിക്കാൻ. കണ്ണൻചിറയും ഇരവിച്ചിറയും അടക്കം മനുഷ്യ രക്തസാക്ഷിത്വത്തിന്റെ പ്രതീകങ്ങൾ. മട വീഴുക, കൊലനിലം തുടങ്ങിയ കാര്യങ്ങൾ ഇരമ്യാവ് തൊട്ടറിഞ്ഞത് ചൂഷണത്തിന്റെ മറ്റു മുഖങ്ങളായിട്ട്. ദളിത് വിഭാഗങ്ങൾ മുഴുവൻ അടിമകൾ തന്നെ. മതം മാറ്റവും പുതിയ ദൈവസ്വീകരണവും അവരുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ മാറ്റമുണ്ടാക്കിയില്ല. ഹിന്ദുമതത്തിൻ പുറവഴിയെ നമ്മൾ അനാഥരെന്ന പോൽ സഞ്ചരിച്ചു. ക്രിസ്തുമതത്തിൻ പുതുവഴിയെ നമ്മൾ അനാഥരെന്ന പോൽ സഞ്ചരിച്ചു. ഹിന്ദുമതത്തിലും ചേർത്തില്ലല്ലോ നമ്മെ, ക്രിസ്തുമതത്തിലും ചേർത്തില്ലല്ലോ. ഒരിക്കൽ പൊയ്കയിൽ യോഹന്നാനൊപ്പം ഈ പാട്ടുപാടി ഇരുന്നതിന്റെ ഓർമ്മ ഇരമ്യാവിന്റെ മനസ്സിൽ പച്ചപിടിച്ചു നിൽക്കുന്നു. പുരുഷന്മാർ നരകിച്ചു തീർന്ന ലോകത്ത് സ്ത്രീകളുടെ സ്ഥിതി ഊഹിക്കാവുന്നതേ ഉള്ളൂ.
ദളിത് സ്ത്രീകൾ മാറുമറയ്ക്കുന്നത് നിഷിദ്ധമായിരുന്നു അക്കാലം. ഇരമ്യാവിന്റെ അമ്മ പോലും അങ്ങനെ തന്നെ. ഏത്താപ്പ് ധരിക്കുന്നത് പിന്നീട്. സ്ത്രീകൾ സന്ധ്യയ്ക്ക് പണി കഴിഞ്ഞെത്തുമ്പോൾ 7 കടമ്പ കടക്കണമെന്നത് മേലാളരുടെ നോട്ടത്തെയാണ് സൂചിപ്പിക്കുന്നത്. വഴികളിലെല്ലാം കഴുകൻ കണ്ണുകൾ നിലയുറപ്പിച്ചിട്ടുണ്ടാകും. ഓരോ കടമ്പയിലും ചാടി വീഴാൻ ഒരുങ്ങി നിൽക്കുന്ന കഴുകന്മാർ. അവരുടെ ദയാവായ്പിലൂടെ കൂരകളിൽ എത്താനാവൂ. പലപ്പോഴും ശാരീരിക പീഡനം പതിവായിരുന്നു. മരണവിവരങ്ങൾ പോലും അറിയിക്കാൻ ഉടമകൾ അനുവദിക്കുമായിരുന്നില്ല. പണിസമയം നഷ്ടമാകുമെന്ന കാരണത്താലായിരുന്നു ഇത്. ദളിത് വിഭാഗങ്ങൾ പ്രത്യേകതരം വാദ്യോപകരണങ്ങൾ ഉപയോഗിച്ചാണ് മരണവിവരം അറിയിച്ചിരുന്നത്. കരുവും മരവും എന്ന ഉപകരണവുമായി കുന്നിൽ കയറി തുടർച്ചയായി അടിക്കുമായിരുന്നു. വേദനയുടെയും രോഷത്തിന്റെയും തുടികൊട്ടിപ്പാട്ട് പോലെ. പറകൊട്ടൽ എന്നാണ് ഇതിന് പേര്. പറകൊട്ടലിന് പലവട്ടം ഇരമ്യാവ് കുന്നിൻ നെറുകയിൽ കയറിയിട്ടുണ്ട്. മുതിർന്നവരുടെ കൈപിടിച്ചുള്ള മലകയറ്റം. നെഞ്ചുപൊട്ടി വിളിക്കും പോലുള്ള ആ ഒച്ച കേട്ട് ഇന്ന പ്രദേശത്ത് മരണം നടന്നതായി ബന്ധുക്കൾ മനസ്സിലാക്കും. ആ ഭാഗം ലക്ഷ്യം വെച്ച് അവർ വന്നെടുക്കും. അച്ഛൻ ഉമ്മൻ ഒരു ദിവസം രാവിലെ ഉണർന്നെണീറ്റത് തന്നെ അന്ന് വേലയ്ക്ക് പോകുന്നില്ലെന്ന് അറിയിച്ചുകൊണ്ടായിരുന്നു. പിന്നെ ഇരമ്യാവിനെ തട്ടി ഉണർത്തി. ആ 12കാരൻ കണ്ണുകൾ തിരുമ്മി എണീറ്റു. അച്ഛന് അഭിമുഖമായി ഇരുന്നു. സമീപത്തെ കൂരകളൊന്നും ഉണർന്നു കഴിഞ്ഞിരുന്നില്ല. പുന്നക്കുരു കത്തിച്ച് വെളിച്ചമുണ്ടാക്കി. കത്തിക്ക് മൂർച്ച കൂട്ടി ഉമ്മൻ മകനെ വിളിച്ചു. അവൻ ആദ്യമൊന്ന് പകച്ചു. പിന്നെ അമ്മ അന്നയെ വിളിച്ച് തലയിലെ പേൻ നുള്ളാൻ പറയുകയായിരുന്നു. ചെള്ളുകൾ പോലെ പറ്റിപ്പിടിച്ച പേനുകൾ തൂത്തുമാറ്റി. ഉമ്മൻ വീണ്ടും കത്തിയെടുത്തു. ഇരമ്യാവിന്റെ ജട പിടിക്കാൻ തുടങ്ങിയ മുടി അയാൾ മുറിക്കാൻ തുടങ്ങി. ഉമ്മന് ഒഴികെ ആർക്കും ഒന്നും മനസ്സിലായില്ല. കൂട്ടിയും കിഴിച്ചും നോക്കിയപ്പോഴാണ് മകനെ അടിമപ്പണിക്കയക്കാൻ ഉമ്മൻ നിശ്ചയിച്ചുറച്ചത്. ഇരമ്യാവിനെ വിറ്റ് അവനെങ്കിലും ഒരു ജീവിതം നൽകണം. കൂരയിൽ ഒരാളുടെ കുറവ് വലിയ സഹായമാവുമെന്ന കണക്കുകൂടലും. ചിന്തലാർ എസ്റ്റേറ്റിൽ നിന്ന് പൗലൂസ് കങ്കാണി മാങ്ങാനത്തെ ചിലരെ സമീപിച്ചത് ഉമ്മൻ അറിഞ്ഞിരുന്നു. അയാളെ കണ്ട് ആ അച്ഛൻ കച്ചവടം ഉറപ്പിച്ചിരുന്നുവെന്ന് ആരും മനസ്സിലാക്കിയില്ല. കൊച്ചു പിള്ളേരെയാണ് പൗലൂസിന് ഇഷ്ടം. 4 ചക്രം കൊടുത്ത് ഇരമ്യാവിനെ കൈക്കലാക്കി. ഒപ്പം മാങ്ങാനത്ത് തന്നെയുള്ള കമ്പിയിൽ കുഞ്ഞപ്പിയും. ഇരമ്യാവ് അരനാഴിക നേരം പോലും കൂര വിട്ട് പുറത്തു പോയിരുന്നില്ല. അച്ഛനമ്മമാരെ കാണാതെ ഒരു നേരം പോലും ഇരിക്കാൻ അവന് ആവുമായിരുന്നില്ല. ഉമ്മൻ മകനെ പൗലൂസ് കങ്കാണിക്ക് കൈപിടിച്ചു നൽകി. കുറിയ മുണ്ടുടുത്ത് മുടിവെട്ടിയ ഇരമ്യാവ് അനുസരണയുള്ള കുഞ്ഞാടായി. കങ്കാണി സ്നേഹത്തിന്റെ 100,000 തലോടലുകളുമായി അവനെ സ്വീകരിച്ചു. കൊടുങ്ങൂര് വഴിയായിരുന്നു യാത്ര. സ്ഥലങ്ങൾ ഏതെന്ന് പോലും ഇരമ്യാവിന് അറിയില്ല. കൊടുങ്ങൂര്, പൊൻകുന്നം, പക്ഷിപ്പറന്നാട്, മുണ്ടക്കയം, ബോയ്സ് എസ്റ്റേറ്റ്, കൊടികുത്തി, മുറിഞ്ഞപുഴ എന്നിങ്ങനെ യാത്രയെ അവൻ അളന്നു. പിന്നെ കാട്ടിലേക്ക് കയറി. കുട്ടിക്കാനത്ത് നിന്ന് കങ്കാണി 1 ചക്രത്തിന് ആഹാരം വാങ്ങിക്കൊടുത്തു. തങ്ങളെ വിറ്റതാണെന്നറിയാതെ ഇരമ്യാവും കുഞ്ഞപ്പിയും നിഷ്കളങ്കമായി സംസാരിച്ചുകൊണ്ടിരുന്നു. ശബ്ദം കനത്തപ്പോൾ പൗലൂസ് കങ്കാണിയുടെ മട്ടുമാറി. സ്വരം കർക്കശമായി. പിന്നീട് ഭീഷണിയും ശകാരവും. വീട്ടിലെ കാര്യങ്ങൾ ഓർത്തപ്പോൾ ഇരമ്യാവിന് പിടിച്ചു നിൽക്കാനായില്ല. അവൻ പൊട്ടിക്കരഞ്ഞു. കങ്കാണി വായിൽ പഴംതുണി തിരുകി. അത് കുഞ്ഞപ്പിക്കുള്ള മുന്നറിയിപ്പ് കൂടിയായിരുന്നു. വിശ്രമമില്ലാത്ത നടത്തം, അട്ടകളുടെ ഉപദ്രവം, ഭക്ഷണമില്ലാത്ത അവസ്ഥ, ക്ഷീണം മനസ്സിലും ശരീരത്തിലും അവശതകൾ തീർത്തു. 3-ാം ദിവസം സന്ധ്യ മയങ്ങും മുൻപ് എസ്റ്റേറ്റിലെത്തി. ഇരമ്യാവിന്റെയും കുഞ്ഞപ്പിയുടെയും കാലുകൾ നീര് വന്ന് ചീർത്തു. നാട്ടുമൂപ്പന്മാർ ഏതോ കാട്ടുചെടി പറിച്ച് പിഴുതു നീരൊഴിച്ചു. എസ്റ്റേറ്റിലെ മരച്ചൂട്ടിൽ അന്ന് ഉറങ്ങി. 4-ാം ദിവസം തോട്ടത്തിൽ കൊണ്ടാക്കി. റൈറ്ററെ കണ്ടു. സായിപ്പിനെ കാണാനായില്ല. തോട്ടത്തിൽ ചേർത്തപ്പോൾ മൺപാത്രവും അരിയും കിട്ടി. അടിമയുടെ മുദ്ര പതിപ്പിക്കുന്നതിന്റെ ഒരുക്കങ്ങളായിരുന്നു അവ. ഇരമ്യാവ് മനസ്സിൽ ഉറപ്പിച്ചു, ഇനി രക്ഷപ്പെടാനാവില്ല. പുലർച്ചെ 4 മണിക്ക് ഉണരാനായി കൊമ്പുവിളിയുണ്ട്. കഞ്ഞി കുടിക്കാനും കൊമ്പുവിളിയുണ്ട് 5 മണിക്ക്. പിന്നെ പണിക്കിറങ്ങണം. വിശ്രമമില്ലാത്ത പണി. ഉറങ്ങാനും കൊമ്പുവിളി ഉയരും. അടിമകളിൽ ഏറെയും തമിഴ് സ്ത്രീകളായിരുന്നു. കൊളുന്തു നുള്ളുകയായിരുന്നു അവരുടെ വേല. ഇരമ്യാവ് കൃഷിപ്പണിയിലും കാളപൂട്ടിലും മുഴുകി. കളവെട്ടും വിറകശേഖരണവും ഇടപ്പണിയായി ചെയ്തു. പുല്ലുമേഞ്ഞ ലായങ്ങളിലായിരുന്നു അടിമപ്പണിക്കാരുടെ താമസം. തടികൊണ്ടുള്ള തട്ടിനപ്പുറത്ത് അവിടെ തന്നെ ആടുമാടുകളും. സായിപ്പിന്റെ കുതിരകളെ ബംഗ്ലാവിനോട് ചേർന്നാണ് കെട്ടിയിടുക. എന്നാൽ ഇവയ്ക്ക് അസുഖം വന്നാൽ അടിമകൾക്കൊപ്പം നിർത്തും. വീടിനെയും നാടിനെയും കുറിച്ചോർത്ത് പലപ്പോഴും കരഞ്ഞു. വേദന പങ്കുവയ്ക്കാൻ കൂട്ടുകാരൻ കുഞ്ഞപ്പി മാത്രം. വിശേഷ ദിവസങ്ങളിൽ പാട്ടും കളികളും ആട്ടവും ഒക്കെ ആവുമ്പോൾ മനസ്സിന് കുറച്ച് ആശ്വാസം കിട്ടി. അക്കാലത്ത് ഓണത്തിന് ഓരോ അടിമയ്ക്കും 1/2 കിലോ ഇറച്ചിയും ഇടങ്ങഴി അരിയും ലഭിക്കും. ചെറിയ വിശേഷങ്ങളിൽ താണ മീനുകളുടെ അവശിഷ്ടങ്ങളും കിട്ടും.
പാടവരമ്പുകളിൽ ഒന്നിൽ ഒരിക്കൽ യിരെമ്യാവ് കണ്ട കാഴ്ച ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. അടിമവേലക്കാരിൽ ഒരാളുടെ കുഞ്ഞിനെ വയൽ വരമ്പിൽ ഉറുമ്പരിക്കുന്നു. ഇതറിഞ്ഞ് ഓടിയെത്തിയ അമ്മയെ മുള്ളുവടി കൊണ്ട് അടിക്കുകയായിരുന്നു മൂപ്പന്മാർ. തീർന്നില്ല, കുഞ്ഞിന്റെ അച്ഛന് ഇതിനേക്കാൾ വലിയ ശിക്ഷ. ഇരുമ്പ് മുള്ളുകൾ തറച്ച മരക്കുറ്റി കൊണ്ടായിരുന്നു പീഡനം. കുഞ്ഞിനടുത്തേക്ക് ഓടിയെത്തിയതിന്റെ ഇരട്ടി വേഗത്തിൽ ഇരുവരും തിരിച്ചുപോയി. ഉച്ചവെയിലിന്റെ ചൂടും ഉറുമ്പുകളുടെ തുടർച്ചയായ അരിച്ചുതിന്നലും ആ കുഞ്ഞിനെ ഇല്ലാതാക്കി. യിരെമ്യാവിന്റെ അടിമ ജീവിതത്തിലെ ഏറ്റവും സങ്കടകരമായ ഓർമ്മ മുണ്ടപ്ല എസ്റ്റേറ്റിൽ നിന്നുള്ളതായിരുന്നു. അവിടുത്തെ ബ്ലാക്കി സാഹിബ് ദുഷ്ടനാണെന്ന് വെറുതെ പറയുന്നതല്ല, എത്രയോ കാരണങ്ങളുണ്ട്. ലായത്തിൽ ഒരിടത്ത് ഒരിക്കൽ 2 എലികൾ ചത്തുവീണു. പ്ലേഗ് ആണെന്ന് വിധി കൽപ്പിച്ച് ആ ലായത്തിലെ അടിമകളെയാകെ അയാൾ തീയിട്ട് കൊന്നു. എലി ചത്താൽ പ്ലേഗ് ആണെന്ന് ഉറപ്പിക്കുമായിരുന്നു. അവിടെ കിടന്ന അടിമകൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകൾ പോലും നൽകാതെയായിരുന്നു തീയിടൽ. വാവിട്ട് കരഞ്ഞുകൊണ്ടിരുന്ന അവരെ തീ തിന്നു. അക്കൂട്ടത്തിൽ യിരെമ്യാവിനെ തമിഴ് പഠിപ്പിച്ച മണിയും ഉൾപ്പെട്ടു. അന്ന് പ്രചാരത്തിലുണ്ടായിരുന്ന കൊയ്ന ഔഷധം പോലും പരീക്ഷിക്കാതെയായിരുന്നു ക്രൂരത. തൊട്ടടുത്ത ലായത്തിലിരുന്ന് യിരെമ്യാവ് വാവിട്ട് കരഞ്ഞു. സഹായത്തിന് കാട്ടുദൈവങ്ങളെയും മലദൈവങ്ങളെയും വിളിച്ചു. ആരും സഹായത്തിനെത്തിയില്ല. ലായത്തിന് തീ കൊളുത്തിയ ദിവസമാണ് യിരെമ്യാവ് ബ്ലാക്കി സാഹിബിനെ ആദ്യമായി കണ്ടത്. പിന്നീട് എപ്പോഴോ കണ്ട സിനിമയിലെ രംഗം പോലെ പാന്റും കോട്ടും ബൂട്ടും ധരിച്ച് പൈപ്പും വലിച്ച് കുതിരപ്പുറത്ത്. അതിനു മുൻപ് അയാളെക്കുറിച്ച് കഥകൾ കേട്ട പരിചയമേ ഉള്ളൂ. മേലാളന്മാർ പണം വെച്ച് ചെറുപ്പക്കാരായ അടിമകളെ തമ്മിലടിപ്പിക്കുമായിരുന്നു. ചോര തെറിപ്പിച്ചും കണ്ണീർ ഒലിപ്പിച്ചും അവർ ഏറ്റുമുട്ടും. അങ്ങനെ ഒരിക്കൽ 2 പാണ്ടികൾ തലയടിച്ചു വീണു. അതിലൊരാൾക്ക് പിന്നീട് ഒരിക്കലും എഴുന്നേൽക്കാനാവാതെ വന്നപ്പോൾ അയാളെ വലിച്ചുകൊണ്ടുപോയി മത്തായിക്കൊക്കയിൽ തള്ളുകയായിരുന്നു. ഈ കൃത്യം നിർവഹിക്കാൻ ചൂട്ടുതെളിച്ച് വെളിച്ചം കാണിക്കാൻ നിയോഗിക്കപ്പെട്ടത് യിരെമ്യാവ് ആയിരുന്നു. കുറെ വർഷം ചിന്തലാറിൽ കഴിഞ്ഞ യിരെമ്യാവ് പിന്നെ മുണ്ടപ്ല തോട്ടത്തിലേക്ക്. കൊളുന്തുനുളവെ പാട്ടുപാടിയതിന് കങ്കാണി ചൂരൽ കൊണ്ട് ഭീകരമായി തല്ലി, പോത്തിനെ അടിക്കും പോലെ. കരഞ്ഞു കലങ്ങിയ കണ്ണും മുറിഞ്ഞ മനസ്സുമായി യിരെമ്യാവ് അന്ന് ഉറങ്ങാതിരുന്നു. ഒടുവിൽ ഒന്നുറച്ചു, എങ്ങനെയും രക്ഷപ്പെടുക. വിശ്വസ്തനാണെന്ന പരിഗണനയിൽ കപ്പ വാങ്ങാൻ യിരെമ്യാവ് മുണ്ടക്കയത്തേക്ക്. ആ യാത്ര നിശ്ചയിച്ചുറപ്പിച്ചതായിരുന്നു. മുണ്ടപ്ല തോട്ടത്തിൽ നിന്നും മുണ്ടക്കയത്തേക്കുള്ള ഓട്ടം യിരെമ്യാവിന്റെ മനസ്സിനും ശരീരത്തിനും മുറിവേറ്റിരുന്നു. സംശയത്തിന്റെ ആനുകൂല്യങ്ങൾ നൽകാതെ, വിജനപാതയിലെ മനുഷ്യത്തുരുത്തുകളെ പോലും നോക്കാതെ യിരെമ്യാവ് ഓടി ജീവിതത്തിലേക്ക്. മരം കൊച്ചുന്ന തണുപ്പും എല്ലാം അവ്യക്തമാക്കുന്ന ഇരുട്ടും അതിജീവിച്ച് രാത്രി അയാൾ മുണ്ടക്കയത്തെത്തി. പരിചയക്കാരും അവിടെ ഉണ്ടായിരുന്നില്ല. സമയം ഏറെ കഴിയും മുൻപ് ഒരു കാളവണ്ടി എത്തി. കോട്ടയം ചന്തയിലേക്ക് വാഴക്കുലകൾ എത്തിക്കുന്ന വാഹനം. വണ്ടിക്കാരനെ കണ്ടപ്പോൾ യിരെമ്യാവ് കരയാൻ തുടങ്ങി. അയാളുടെ മനസ്സലിഞ്ഞു. എവിടേക്കാണെന്ന് തിരക്കി. വണ്ടിയിൽ കയറിക്കിടക്കാനുള്ള നിർദ്ദേശവും കിട്ടി. വാഴക്കുലകൾ വകഞ്ഞ് അവൻ വണ്ടിയിൽ കയറിക്കിടും. കഞ്ഞിക്കുഴി കവലയായെന്ന് ഓർമ്മിപ്പിച്ചത് വണ്ടിക്കാരൻ. അപ്പോഴേക്കും യിരെമ്യാവ് വെയിലേറ്റ് വാടിയിരുന്നു. അലക്ഷ്യമായ നടത്തം കൊണ്ടൊന്നും കൂര കണ്ടുപിടിക്കാനായില്ല. ഒടുവിൽ വീട് ചോദിച്ചു. അമ്മയുടെ പേരിൽ കോട്ടയം ചന്തയിൽ പുല്ലും വട്ടയിലയും വിൽക്കുന്ന അന്നയുടെ വീട്. ഒരു അപരിചിതൻ യിരെമ്യാവിനെ അന്നയുടെ അടുത്തെത്തിച്ചു. മകനെ തിരിച്ചറിഞ്ഞ അന്ന കരഞ്ഞുകൊണ്ട് യിരെമ്യാവിനെ കെട്ടിപ്പിടിച്ചു. അച്ഛൻ മകനെ അടിമവേലയ്ക്ക് വിറ്റതാണെന്ന് അന്നയ്ക്ക് അറിയില്ലായിരുന്നു. അനുജന്മാർ ഓടിയെത്തി, അയൽക്കാർ ഓടിക്കൂടി. മകൻ എത്തിയത് അച്ഛൻ വഴിക്ക് വെച്ച് അറിഞ്ഞു. മകനെ കണ്ടപ്പോഴും കുറ്റബോധത്താൽ അച്ഛന് വീട്ടിലെ സന്തോഷത്തിൽ പങ്കുകൊള്ളാനായില്ല. രാത്രി വീട്ടിലാകെ ഉത്സവമായിരുന്നു. ആളുകൾ വന്നും പോയിക്കൊണ്ടുമിരുന്നു. കുറെ ദിവസങ്ങൾക്ക് ശേഷം കഞ്ഞി വെച്ച് കുടിച്ചു. നേരം പുലർന്നപ്പോൾ ജീവിതം സ്വാഭാവികമായി. അന്നു തന്നെ യിരെമ്യാവ് കോട്ടയം ചന്തയിൽ ചുമടെടുക്കാൻ പോയി തുടങ്ങി. മറ്റൊരു ജീവിതത്തിന്റെ മറ്റൊരു തുടക്കം. അവസാനത്തെ അടിമയുടെ അതിജീവനത്തിന്റെ കഥ ഇവിടെ പൂർണ്ണമാവുന്നു. ഇതുപോലെ തന്നെ മറ്റൊരു വിഷയവുമായി നിങ്ങളുടെ മുൻപിലെത്തുന്നത് വരെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നന്മകൾ നേരുന്നു. വീണ്ടും സന്ധിക്കും വരെ വണക്കം.